ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അതല്ലെങ്കിൽ കൂട്ടുപലിശ എന്ന ടോപ്പിക്കിലെ പ്രോബ്ലംസ് ഫോർമുലാസ് ഉപയോഗിക്കാതെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. നമുക്ക് അതിനുവേണ്ടി കുറച്ച് കോഡുകളൊന്ന് ഓർത്തിരിക്കണം. ഏതാണ് ആ കോഡ് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് 2 വർഷത്തേക്കുള്ള കോഡ് ഇതാണ് 2-1. 3 വർഷത്തേക്കുള്ള കോഡ് ഇതാണ് 3-3-1. 4 വർഷത്തേക്കുള്ള ഒരു കോഡ് ഇതാണ് 4-6-4-1. അപ്പൊ ഇത് എന്തുകൊണ്ട് വന്നു എന്നും ഇത് എങ്ങനെ ഓർത്തിരിക്കാമെന്നും എന്നുള്ള ട്രിക്കുകളൊക്കെ നമുക്ക് ഏറ്റവും അവസാനം പറയാം. ഇപ്പൊ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന കോഡുകളൊന്ന് ബൈഹാർട്ട് ചെയ്തേക്കുക, ബൈഹാർട്ട് ചെയ്തേക്കുക. അപ്പം ശ്രദ്ധിക്കുക, 2 വർഷത്തേക്കാണെങ്കിൽ 2 വാല്യൂസ് കാണും. ഏതൊക്കെയത്? 2-ഉം 1-ഉം. 3 വർഷത്തേക്കാണെങ്കിൽ 3 വാല്യൂസ് കാണും. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3-3-1 അല്ലെ. 4 വർഷത്തേക്കാണെങ്കിൽ 4 വാല്യൂസ് കാണും. ഏതൊക്കെയാ? 4 അല്ലെ, 6-4-1. ഓക്കെ, അപ്പൊ ഇത് വെച്ച് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: കാൽക്കുലേറ്റ് ദി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹50,000 at 10% per annum for 2 years when interest compounded annually. അതായത് 50,000 രൂപ 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് വാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിലോ ഒരു സ്കീമിലോ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും, അതായത് കൂട്ടുപലിശയായിട്ട് എത്ര രൂപ കിട്ടും. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമുക്ക് ഫോർമുല ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഇത്രയേ ഉള്ളൂ. ആ ഫോർമുലയുടെ ആപ്ലിക്കേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത്: എമൗണ്ട് ഈക്വൽ ടു നമ്മൾ ആ പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ നിക്ഷേപിച്ച തുക അങ്ങ് എഴുതുക. നിക്ഷേപിച്ച തുക എത്ര? 50,000. ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആയാലോ? നിക്ഷേപിച്ച തുക എഴുതുക, ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ചെയ്യേണ്ടത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ശ്രദ്ധിക്കുക. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെങ്കിലും അത് 100-നൊപ്പം കൂട്ടുക. ഇപ്പൊ ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10 അല്ലേ, 10%. അപ്പം 100ന്റെ കൂടെ കൂട്ടി എത്ര? 110. അപ്പം 110% എന്ന് എഴുതാം. 110%. ക്ലിയർ ആയല്ലോ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 100ന്റെ കൂടെ കൂട്ടി എഴുതുന്നു. 10 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പൊ 100 + 10 110%, 110%. ഈ ഒരു പാർട്ട് എത്ര തവണ എഴുതണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര വർഷത്തേക്കാണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അത്രയും വർഷം എഴുതുക. ഇവിടെ എത്ര വർഷത്തെയാ? 2 വർഷത്തേക്കാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇത് 2 തവണ എഴുതുക. അപ്പൊ ഒരിക്കൽ കൂടി എഴുതുക. എന്താണ്? 110/100. ക്ലിയർ ആണല്ലോ? ഇപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 7 ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 100ന്റെ കൂടെ 7 കൂട്ടി 107/100 എന്ന് എഴുതും. 2 വർഷത്തേക്കാണെങ്കിൽ ഇത് 2 തവണ എഴുതണം. 3 വർഷത്തേക്കാണെങ്കിൽ 3 തവണ എഴുതണം. 4 വർഷത്തേക്കാണെങ്കിൽ 4 തവണ എഴുതണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അതിന്റെ ഡയറക്റ്റ് വേ. ഫോർമുല ഉപയോഗിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നത്. ഞാൻ ഫോർമുല പറയുന്നില്ല, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും സോൾവ് ചെയ്യുന്നത് നോക്കിയേ. ഈ പറയുന്ന 4 സീറോയും മുകളിലുള്ള 4 സീറോയും താഴെയുള്ള ഈ 2 4 സീറോ പോയി. ഇനി വരുന്ന 5 × 110 × 100. ഇത് സോൾവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. എങ്ങനെ സോൾവ് ചെയ്യാം? സോൾവ് ചെയ്യുമ്പോഴേക്കും നോക്കാം. 11 × 11 നമുക്കറിയാം എത്ര? 121. പിന്നെ ഈ 2 സീറോ കൂടെ കൊടുക്കുക അല്ലെ. ഇൻറ്റു എത്ര വരുന്നത്? ഇവിടെ ഒരു 5 കൂടി ഉണ്ട് അല്ലെ. ഇൻറ്റു 5 മൾട്ടിപ്ലൈ എന്ത് വരും? 121 × 5 605. പിന്നെ 2 സീറോ എന്ത്? 60,500 എന്ന് തോന്നും. ഇതെന്താണ്? 2 വർഷം കഴിഞ്ഞാൽ ഈ ബാങ്കിൽ നിന്നും അല്ലെങ്കിൽ ഈ സ്കീമിൽ നിന്നും തിരിച്ചു കിട്ടുന്ന ഫുൾ എമൗണ്ട് ആണ്, മൊത്തം എമൗണ്ട്. അതായത് നിക്ഷേപിച്ച തുക പ്ലസ് പലിശയും കൂടെ ചേരുന്ന എമൗണ്ട് ആണ്. പക്ഷെ ഇത് നമുക്ക് പലിശ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ നിക്ഷേപിച്ച തുക ഇതിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി വരുന്നത് എന്തായിരിക്കും? പലിശ ആയിരിക്കും. അപ്പൊ എങ്ങനെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുന്നത്? ഇതിൽ നിന്നും മൈനസ് ചെയ്യണം. എന്തിനാണ്? ഡിപ്പോസിറ്റ് ചെയ്ത തുക അത് എത്രയാ? 50,000 റുപ്പീസിലായിരുന്നോ നിക്ഷേപിച്ച തുക? അതങ്ങ് മാറ്റിയാൽ മതി അല്ലെ. അത് മാറ്റിയാൽ ബാക്കി വരുന്ന എമൗണ്ട് അതെന്തായിരിക്കും? പലിശയായിരിക്കും. അപ്പൊ എത്ര വരും? 10,500. ഇതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ക്ലിയർ അല്ലേ?
അപ്പൊ ഇത് എങ്ങനെ നമുക്ക് ഈ ഫോർമുലയുടെ സഹായമില്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കോഡ് ഉപയോഗിച്ച് ഇതെങ്ങനെ സോൾവ് ചെയ്യാം? അപ്പൊ ശ്രദ്ധിക്കുക, ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ചെയ്യേണ്ടത് പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണെന്ന് നോക്കാം. നമ്മൾ ഞാൻ ഇവിടെ എഴുതും പ്രിൻസിപ്പൽ എമൗണ്ട് 50,000. ഇന്ന് എടുത്തെഴുതേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഞാൻ പറയുന്നുള്ളൂ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് then ചെയ്യുക എത്ര? 10%. then നമ്പർ ഓഫ് ഇയേഴ്സ് എഴുതുക, എത്രയാണ്? 2 years. അതിനുശേഷം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇനി ചെയ്തിട്ടേ ഉള്ളൂ. പ്രിൻസിപ്പൽ എമൗണ്ട് 50,000 ആണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10 ആണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എത്രയാണോ നിക്ഷേപിച്ച തുക അതിന്റെ ഇത്ര പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പൊ ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10 ആയതുകൊണ്ട് ഇവിടെ നിക്ഷേപിച്ച തുകയുടെ 10% കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ എത്ര? 50,000ന്റെ 10%. അപ്പൊ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഏതൊരു നമ്പറിന്റെ 10% കാണാനാണെങ്കിലും റൈറ്റ് എൻഡിൽ നിന്ന് ഒരു പ്ലേസ് മാറ്റി പോയിന്റ് കൊടുത്താൽ മതി. ഇപ്പൊ ഇവിടെ നോക്കാം, 50,000 ആണെങ്കിൽ റൈറ്റ് എൻഡിൽ നിന്ന് ഒരു പ്ലേസ് മാറ്റി, ഇല്ലേ, റൈറ്റിൽ നിന്ന് ഒരു പ്ലേസ് മാറ്റി പോയിന്റ് കൊടുക്കുക. അപ്പൊ എത്ര വരും? 5,000 വരും. അപ്പൊ ലാസ്റ്റ് 0 വരുന്ന നമ്പർ ആണെങ്കിൽ എളുപ്പം നമുക്ക് പറയാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് വരുന്ന 0നെ ഒഴിവാക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഏതൊരു നമ്പറിന്റെയും 10% കിട്ടും. അപ്പൊ എത്രയായിരിക്കും ഈ 50,000 10% എത്രയാ? 5,000. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ്, ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് 5,000 ആണ് അല്ലെ. ആദ്യം 50,000 ആയിരുന്നു എമൗണ്ട് ഉണ്ടായിരുന്നു, അതിന്റെ 10% കാൽക്കുലേറ്റ് ചെയ്തു, അത് എഴുതി. ഇനി ഈ 5,000ന്റെ എത്ര പെർസെന്റേജാ? 10% കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഒരു 0 കളഞ്ഞാൽ പോരെ, എത്ര? 500. ഇങ്ങനെ 2 തവണ ചെയ്യുക. കാരണം ഇത് 2 വർഷത്തേക്കായതുകൊണ്ട് ഈ പ്രോസസ്സ് 2 തവണ ചെയ്യാം. ഓക്കെ, ഇനി ചെയ്യേണ്ടത് 2 വർഷത്തെ കോഡ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ. 2 വർഷത്തെ കോഡ് ഏതാണ്? 2ഉം എത്രയാണ്? 1ഉം അല്ലേ. അപ്പൊ ആദ്യത്തിന് 2 കൊണ്ടും രണ്ടാമത്തേന് 1 കൊണ്ടും മൾട്ടിപ്ലൈ. ഇനി ഇത് തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പൊ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും 5,000 into 2 10,000, 500 into 1 500. അപ്പൊ 10,500. ക്ലിയർ അല്ലേ? അതായത് 5,000 into 2 10,000, 500 into 1 എത്രയാ? 500. തമ്മിൽ ആഡ് ചെയ്യുന്നു, എത്ര? 10,500. ഇതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 2 years. 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ 10,500 രൂപ. ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും സിമ്പിൾ ഇൻട്രസ്റ്റ്. ഈ പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പൊ നോക്കിയേ, ഈ പറയുന്ന 10,000 രൂപ എന്നുള്ളത് എന്തായിരിക്കും? SI ഫോർ എന്തായിരിക്കും? 2 years. 2 വർഷത്തേക്കുള്ള സാധാരണ പലിശയായിരുന്നു ചോദിക്കുന്നതെങ്കിൽ എന്തായിരുന്നു? 10,000. ഇനി ഈ ഫസ്റ്റ് സ്റ്റെപ്പിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന അല്ലെ താഴേക്കുള്ള സ്റ്റെപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ നോക്കി, ഇവിടെ എത്ര? 500 അല്ലെ. ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ, ചിലപ്പോൾ 2 സ്റ്റെപ്പ് കാണാം, ചിലപ്പോൾ 3 സ്റ്റെപ്പ് കാണാം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിനെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന സ്റ്റെപ്പുകളുടെ എല്ലാം കൂടെ സമ്മിനെ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ 500 മാത്രമാണത്. ഇതിന് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ 500 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് ആണ്. എന്തൊക്കെ തമ്മിലുള്ളതാണ്? CAയും SAയും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്താൽ ഫസ്റ്റ് സ്റ്റെപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് SAയും CAയും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഈ ഒരു മെത്തേഡ് ചെയ്ത് നമുക്ക് എന്തൊക്കെയായി? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയി, സിമ്പിൾ ഇൻട്രസ്റ്റ് ആയി. ഫസ്റ്റ് സ്റ്റെപ്പ് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ എന്തായി? സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് ആയി. ഓക്കെ, നമുക്കത് ഇതേ ക്വസ്റ്റ്യൻ തന്നെ 3 വർഷത്തിലേക്ക് വന്നാൽ എന്ത് ചെയ്യണം? ഒന്നുമില്ല, നോക്കാം. സെയിം പ്രോബ്ലം തന്നെയാണ്. ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന 50,000 ആണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10 ആണ്, നമ്പർ ഓഫ് ഇയേഴ്സ് മാത്രം 3 ആണ്. അപ്പൊ നമുക്ക് റെഗുലർ ഡയറക്റ്റ് മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. എമൗണ്ട് അല്ലെ, 3 വർഷം കഴിഞ്ഞാൽ മൊത്തം തിരിച്ചു കിട്ടുന്ന എമൗണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 50,000 എഴുതുക, നിക്ഷേപിച്ച തുക എഴുതുക, പിന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10 ആയതുകൊണ്ട് 100ന്റെ കൂടെ കൂട്ടുക. അപ്പൊ എത്ര വരും? 110/110 വരും അല്ലെ. അപ്പൊ 110/100 അല്ലെ, 110%. ഇത് എത്ര തവണ എഴുതണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷമായതുകൊണ്ട് 3 തവണ എഴുതാം അല്ലെ. ഇന്ന് 110/100 ഇൻറ്റു 110/100. ഇത് നമ്മൾ സോൾവ് ചെയ്തെടുക്കുക അല്ലെ. എങ്ങനെ സോൾവ് ചെയ്തെടുക്കാൻ നോക്കുക? ഈ 4 0 പോയി, മുകളിലത്തെ 4 0 പോയി, ഈ ഒരു 0, ഈ ഒരു 0 പോയി, ഈ ഒരു 0, ഈ ഒരു 0 പോയി. ഇനി സിംപ്ലിഫൈ ചെയ്താൽ മതി. എത്ര ആയിരിക്കുന്നത്? 5 ഇൻറ്റു അല്ലെ 11 ഇൻറ്റു 11 ഇൻറ്റു 110. സോൾവ് ചെയ്യുമ്പോൾ നമുക്കറിയാം 11 ഇൻറ്റു 11 ഇൻറ്റു 11 എന്ന് പറയുമ്പോൾ 1331 ആണ്. പിന്നെ ഒരു അല്ലെ 110 ആയതുകൊണ്ട് ഒരു 0 കൂടി വരും. ഇൻറ്റു ഇവിടെ എന്തുകൊണ്ട് ഒരു 5 കൂടി ഉണ്ട് അല്ലെ. 5 കൊണ്ട്
മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും നോക്കിയേ 0 5 അല്ലെ 3 15 15 1 16 6 അല്ലെ 66,515 കിട്ടും 66,550 കിട്ടും. പക്ഷെ ഇത് തിരിച്ചു കിട്ടുന്ന മൊത്തം എമൗണ്ട് ആണ്. നമുക്കറിയേണ്ടത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, നിക്ഷേപിച്ച തുക മൈനസ് ചെയ്യാം. എത്ര 50,000 രൂപയല്ലേ, 50,000 റുപ്പീസ് അല്ലേ, അത് മൈനസ് ചെയ്യാം. അപ്പൊ എത്ര 0 5 5 6 1 16,550 റുപ്പീസ് ആണ് എന്ത് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇത് നമുക്ക് എങ്ങനെ കോഡ് ഉപയോഗിച്ച് ചെയ്യാം. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പ്രോസസ് 3 തവണ ചെയ്യുക. 3 വർഷത്തേക്കാകുമ്പോൾ 3 തവണ ചെയ്യുക. എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ എത്ര പെർസെന്റ് 10% കാണണം. അപ്പൊ 50,000 10% എത്രയാ 5,000 ഒരു തവണയായി. ഇനി 5,000 10% കാണാം. 5,000 10% എത്ര, ഒരു 0 കളഞ്ഞാൽ മതി 500. അങ്ങനെ 2 തവണയായി. 3 വർഷം ആയതുകൊണ്ട് ഒരിക്കൽ കൂടി ചെയ്യുക. 500ന്റെ 10% എത്രയാ 50. ഇനി 4 വർഷത്തേക്കായിരുന്നെങ്കിൽ എന്ത് പിടിക്കണം, ഈ 50യുടെ 10% കൂടി കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പൊ എന്തായാലും ഇവിടെ 3 വർഷമേ ഉള്ളൂ, അതുകൊണ്ട് ഇത് 3 തവണ എഴുതി. ഇനി എന്ത് ചെയ്താൽ മതി, 3 വർഷത്തെ കോഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 വർഷത്തെ കോഡ് എന്ന് പറയുമ്പോൾ ഏതാ 3 3 1. ഈ കോഡ് ഓർത്തിരിക്കും കേട്ടോ, 3 3 1. ഇതെങ്ങനെ വന്നോന്നും എന്തുകൊണ്ട് വന്നു നോക്കാം, നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ എല്ലാം മൾട്ടിപ്ലൈ ആഡ് ചെയ്താൽ നോക്കിയേ 5,000 into 3 15,000, 500 into 3 1,500. അപ്പൊ എന്താ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 16,500 ആയി. പ്ലസ് എന്തുകൊണ്ട് ഒരു 15 കൊണ്ട് അല്ലെ, 50 into 1 15 കൊണ്ട്. അപ്പൊ എത്ര 16,550 അല്ലെ. ക്ലിയർ അല്ലേ? പെട്ടെന്ന് തന്നെ എഴുതാം. ഞാനിവിടെ ഒന്ന് സ്റ്റെപ്പ് എഴുതിയേക്കാം. ഇത് 15,000, ഇത് 1,500, ഇത് എത്രയാ 50. ആഡ് ചെയ്യുമ്പോൾ 0 5 5 6 1. 16,550 ആണ് CA for 3 years. SA for 3 years ചോദിച്ചാൽ ആദ്യ സ്റ്റെപ്പ് എടുക്കുക കേട്ടോ. എത്രയാ 15,000. ഇതാണ് SA for 3 years. ഈ ഫസ്റ്റ് സ്റ്റെപ്പിനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെയുള്ള സ്റ്റെപ്പുകളുടെ സം, അതായത് എത്രയാ 1,500 പ്ലസ് 50, 1,550. ഇതെന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ആരൊക്കെയാണ് SA ആൻഡ് CA ഫോർ എത്ര വർഷത്തേക്ക്, അത് 3 years. 3 വർഷത്തെ അല്ലേ, 3 yearsലേക്കുള്ള ഡിഫറൻസ്. ക്ലിയർ അല്ലേ? അപ്പം അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, സെയിം പ്രോബ്ലം തന്നെയാണ്, അത് 4 വർഷമായേ ഉള്ളൂ. ഓക്കെ, 50,000 റുപ്പീസ് 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ 4 വർഷത്തേക്ക്. ഓക്കെ, അതേ പ്രോബ്ലം തന്നെയാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തോ, ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ എമൗണ്ട് ഈക്വൽ ടു എന്ത് ചെയ്താ 50,000 ഇൻറ്റു റേറ്റ് 10% ആയതുകൊണ്ട് 100 പ്ലസ് 10 എന്നാണ് 110% എന്ന് എഴുതുക. ഇത് എത്ര തവണ എഴുതണമെന്ന് വെച്ചാൽ 4 വർഷത്തേക്കായതുകൊണ്ട് ഈ ഒരു പാട്ട് 4 തവണ എഴുതണം. 110/100 ഇൻറ്റു 110/100 ഇൻറ്റു 110/100. പിന്നെ ഇത് സിംപ്ലിഫൈ ചെയ്താൽ എമൗണ്ട് കിട്ടും. അതിൽ നിന്ന് 50,000 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പൊ ശ്രദ്ധിക്കുക, കട്ട് ചെയ്യുമ്പോൾ നോക്കിയാൽ ഈ 4 സീറോയും താഴത്തെ 2 4 സീറോ കട്ട് ചെയ്യാം. ഈ മുകളിലത്തെ 1 2 3 4 4 സീറോ കട്ട് ചെയ്യുമ്പോൾ താഴത്തെ ഈ 4 സീറോ കട്ട് ചെയ്യാം. പിന്നെ ഉള്ളത് 5 into 11 into 11 into 11 into 11. ഇത് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഈ 3 11 ക്യൂബ് നമുക്കറിയാം 1 3 3 1 ആണ്. പിന്നെ ഇവിടെ ഒരു 5 ഉണ്ട്, ഇൻറ്റു 5. പിന്നെ ഇവിടെ ഒരു 11 ഉണ്ട്. ഇത് മൾട്ടിപ്ലൈ ആണെങ്കിൽ 1 3 3 1 into 5 എന്ന് പറയുമ്പോൾ 5 അല്ലെ 5 6 6 ഇത് വരും. ഇൻറ്റു എന്തുകൊണ്ട് 11. അപ്പൊ 11 കൊണ്ട് മൾട്ടിപ്ലൈ ഉള്ള ട്രിക്ക് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇപ്പൊ എന്തൊരു മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേന് 5 വരും. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴത്തേന് 10 ക്യാരി 1 ഉണ്ട്. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 11 പ്ലസ് 1 12 ക്യാരി 1 ഉണ്ട്. ഇത് എന്താണ് 12 പ്ലസ് 1 13 അല്ലെ, 6 പ്ലസ് 1 7. ആഡ് ചെയ്യുമ്പോഴേക്കും 73,205 എന്ന് കിട്ടും. ഇത് എമൗണ്ട് ആണ്. നമുക്ക് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ എമൗണ്ടിൽ നിന്ന് 50,000 മൈനസ് ചെയ്യാം അല്ലെ, ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് മൈനസ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും 23,205. അപ്പൊ ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ കുറച്ച് കാൽക്കുലേറ്റീവ് ആണ്. ഈ പറഞ്ഞ പ്രോഡക്റ്റ് ഒക്കെ എടുക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം എടുക്കും. അപ്പൊ അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ആ കോഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്താൽ മതി, ആദ്യം ഈ പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ 10% കണ്ടുപിടിക്കുക. അപ്പൊ ഒരു 0 കളഞ്ഞാൽ 5,000. പിന്നെ ഈ 5,000 10% കണ്ടുപിടിക്കുക. ഒരു 0 കളഞ്ഞ് 500.
ഇത് 4 വർഷത്തേക്കായതുകൊണ്ട് 4 തവണ ചെയ്യണം. അപ്പൊ വീണ്ടും 500ന്റെ 10% എത്ര വരുന്നത്? 50. ദെൻ 50യുടെ 10% എത്രയാ? 5. അപ്പൊ ഓരോ തവണയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10 ആയതുകൊണ്ട് 10% എടുത്തെടുത്ത് താഴോട്ട് എഴുതുന്നു. അങ്ങനെ എത്ര തവണ ചെയ്തു? 4 തവണ ചെയ്തു. ഇനി മൾട്ടിപ്ലൈ ചെയ്യേണ്ട കോഡ് ഏതാണ്? 4 വർഷത്തേക്കാകുമ്പോഴുള്ള കോഡ് 4 6 4 1. അപ്പൊ ഈ കോഡ് ഓർത്തിരിക്കും കേട്ടോ. അപ്പൊ എന്ത് വരും നോക്കിയേ? 5000 × 4 20,000, 500 × 6 3,000. അപ്പൊ രണ്ടും കൂടെ 23,000 ആയി. 50 × 4 200. അപ്പൊ 23,200 ആയി. പ്ലസ് ഒരു 1 × 5 5 കൂടെ ഉണ്ട്. അപ്പൊ 23,205. പെട്ടെന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. ഈ ഒരു കാൽക്കുലേഷൻ ഒക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാൽക്കുലേഷൻ ആയിരിക്കും. ഇത് പക്ഷെ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പൊ നോക്കിയേ, ഇത് 20,000, ഇത് അല്ലെ 5,000 × 4 20,000. അടുത്ത 500 × 3, സോറി 500 × 6 3,000. അടുത്ത 50 × 4 എത്രയാണ്? 200. അടുത്ത 1 × 5 5 അല്ലെ, ആഡ് ചെയ്യുമ്പോഴത്തേന് 5 0 2 3 2 23,205. അപ്പൊ ഇതെന്ന് വെച്ചാൽ എന്താണ്? CA for 4 years, 4 വർഷത്തേക്കുള്ള കൂട്ടുപലിശ. ഈ ഫസ്റ്റ് സ്റ്റെപ്പോ 3 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സാധാരണ പലിശ. ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റെപ്പുകൾ കൂട്ടിയാൽ അല്ലെ 3,000 + 200 + 5 3,205 അല്ലെ. ഇതെന്താണ്? CA മൈനസ് SA. SAയും CA തമ്മിലുള്ള ഡിഫറൻസ് എത്ര വർഷത്തേക്കാ? 4 years. ക്ലിയർ ആയല്ലേ? അപ്പൊ ഈ ഒരു മെത്തേഡ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് കാൽക്കുലേഷൻ നടക്കും. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് ദി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ 36,000 at 5% per annum for 2 years when interest compounded annually. അപ്പൊ ഞാനൊരു സെക്കൻഡ് മെത്തേഡ് മാത്രമേ പറയുന്നുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് ആണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയേക്കാം. എന്താണ്? എമൗണ്ട് ഈക്വൽ ടു എത്ര ആയിരിക്കും? 36,000 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5 ആയതുകൊണ്ട് അല്ലെ 100 + 5 എത്ര? 105/100 അല്ലെ, 105 എന്ന് എഴുതാം. ഇത് എത്ര തവണ എഴുതണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര തവണ എഴുതണം? 2 ഇയേഴ്സിലേക്കായതുകൊണ്ട് 2 തവണ എഴുതണം അല്ലെ. ഇത് സോൾവ് ചെയ്തതിനു ശേഷം അല്ലെ, ഈ ഒരു സംഭവം സോൾവ് ചെയ്തതിനു ശേഷം ഈ എമൗണ്ടിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? ഡിപ്പോസിറ്റ് ചെയ്ത 36,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? CA കിട്ടും. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോളാം അല്ലെ. ഈ സീറോസ് ഒക്കെ ക്യാൻസൽ ചെയ്തോളാം കേട്ടോ, നിങ്ങൾ നോക്കിക്കോളാം. പിന്നെ 105ന്റെ സ്ക്വയർ ഒക്കെ എടുക്കാനുള്ള നമുക്ക് ട്രിക്കുകളൊക്കെ നമുക്കറിയാം. അത് വെച്ച് നിങ്ങൾ സോൾവ് ചെയ്തോളാം. ഓക്കെ, ഇതിന് പകരം നമ്മൾ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ 36,000ന്റെ 5% കാൽക്കുലേറ്റ് ചെയ്യാം. നോക്കിയേ, 36,000 ഇൻറ്റു 5/100 ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഇത് നമ്മൾ സോൾവ് ചെയ്യണമെങ്കിൽ നോക്കിയേ, ഇതാ ഈ 2 സീറോയും ഈ 2 സീറോയും കട്ട് ചെയ്ത് പോവും അല്ലെ. 360 ഇൻറ്റു 5 എന്ന് വരും. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പകുതി എടുത്തിട്ട് ഒരു 0 കൊടുത്താൽ മതി. അപ്പൊ 150 ഒരു 0 1800 അല്ലെ, 1800 എന്ന് കിട്ടും. പക്ഷെ ഇത്രയും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. സിംപ്ലി പറയാൻ പറ്റും, ഏതൊരു നമ്പറിന് 10% കാണാനാണെങ്കിലും ഇത് റൈറ്റിൽ നിന്ന് ഒരു പോയിന്റ് മാറ്റി ഒരു പ്ലേസ് മാറ്റി പോയിന്റ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു സീറോ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പൊ 36,000ന്റെ 10% എത്രയാന്ന് വെച്ചാൽ സിംപ്ലി നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും? ഒരു 0 കളഞ്ഞാൽ 3,600. ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റും. ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ, ഇങ്ങനെ തന്നെ ചിന്തിക്കണം. അപ്പൊ 5% എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുതരുത്. 5% എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3,600 10%, 5% അതിന്റെ പകുതിയല്ലേ എത്ര? 1,800. അപ്പൊ ഈ ഒരു ഐഡിയയിൽ തന്നെ 5% കണ്ടുപിടിക്കണം കേട്ടോ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. 36,000ന്റെ 5%, 10% 3,600 ആണ്. അപ്പൊ 5% അതിന്റെ പകുതിയായ 1,800 ആണ്. മനസ്സിലായല്ലേ? 1,800. ഇനി വേണ്ടത് ഈ 1,800ന്റെ എത്ര പെർസെന്റേജാ? 5%. 1,800ന്റെ 5% എത്ര? 10% നമുക്കറിയാം എത്ര? 180 അല്ലേ. 10% 180, ലാസ്റ്റ് 0 കളഞ്ഞു. അപ്പൊ 5% അതിന്റെ പകുതിയല്ലേ. 180യുടെ പകുതി എത്ര? 90. അങ്ങനെ 2 തവണ ചെയ്യണം അല്ലെ. 2 വർഷം ആയതുകൊണ്ട് 2 തവണ അല്ലെ. മൂന്നാമതൊരു വർഷം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൂടി വേണം? നമുക്ക് ഈ 90യുടെ 5% കൂടി എടുക്കണം. എത്ര? 90യുടെ 10% എത്ര? 9 അല്ലേ. അപ്പൊ 5% എത്ര? 4.5. അപ്പൊ ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. 2 വർഷം ആയതുകൊണ്ട് 2 തവണ. ഇനി മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്തുകൊണ്ടാ? മുകളിൽ 2 കൊണ്ടും താഴെ 1 കൊണ്ടും. കോഡ് ഓർത്തിരിക്കണം, 2 1 ഉള്ള കോഡാണ്. ഇനി മൾട്ടിപ്ലൈ ആഡ് ചെയ്താൽ എത്ര ആയിരിക്കും വരുന്നത്? നോക്കിയേ, 1,800 × 2 എത്ര വരുന്നത്? 3,600 പ്ലസ് 90 × 1 90. അപ്പൊ 3,600
690. വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി. വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇത് 3600, ഇത് 90. ആഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഓക്കെ, ഇനി ഇതെന്താണ്? ഈ 3600 എന്നുള്ളത് എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റും ഇതെന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് 90. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത പ്രോബ്ലം. കാൽക്കുലേറ്റ് ദി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ 48,000 at 25% per annum for 3 years when interest compound annually. അപ്പൊ എത്രയേ ഉള്ളൂ? 48,000 രൂപ 25% പലിശ നിരക്കിൽ 3 വർഷത്തേക്ക് വാർഷികമായ കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ എത്ര രൂപ കൂട്ടുപലിശ കിട്ടും? അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഒന്നുകിൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരു മെത്തേഡ് ചെയ്യുന്നതാണ്. നമുക്ക് എമൗണ്ട് ഈക്വൽ ടു ഇതാണ് പ്രിൻസിപ്പൽ എമൗണ്ട് 48,000 rupees ഇൻറ്റു അല്ലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 25 ആയതുകൊണ്ട് 100 കൂടെ കൂട്ടി 125% എന്ന് എഴുതാം. എത്ര തവണ എഴുതണമെന്ന് വെച്ചാൽ 3 വർഷം ആയതുകൊണ്ട് 3 തവണ എഴുതാം. 125/100 ഇൻറ്റു 125/100. ഇത് എമൗണ്ട് ആയിരിക്കും കിട്ടുന്നത്. 3 വർഷത്തിന് ശേഷം തിരികെ ലഭിക്കുന്ന എമൗണ്ട് ആയിരിക്കും. ഈ എമൗണ്ടിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? ഈ എമൗണ്ടിൽ നിന്നും നിക്ഷേപിച്ച എമൗണ്ട് അല്ലെ 48,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന എമൗണ്ട് അത് ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇത് നമുക്ക് കിട്ടും. ഓക്കെ, അത് നിങ്ങൾ സോൾവ് ചെയ്തെടുക്കുക. അതിന് പകരം എങ്ങനെ നമുക്ക് ഈ എന്ത് ചെയ്യാൻ പറ്റും? ഈ കോഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആദ്യം വേണ്ടത് 48,000ന്റെ 25%. അപ്പൊ ഏതൊരു നമ്പറിന്റെ 25% കാണാനും 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നോക്കിയേ. 25% എന്ന് വെച്ചാൽ എന്താണ്? 25 ഡിവൈഡ് ബൈ 100 which is equal to 1/4 അല്ലെ? 1/4 കണ്ടാൽ മതി, അല്ലെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? പകുതിയുടെ പകുതി. കാരണം 50%, 50% കാണാൻ പകുതി എടുത്താൽ പോരെ. അപ്പൊ അതിന്റെയും പകുതി എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 25%. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ്, ഫസ്റ്റ് സ്റ്റെപ്പ് 48,000ന്റെ 25% കാണാന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ 48,000ന്റെ 25% എന്ന് വെച്ചാൽ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. 48,000ന്റെ 25% വെച്ചാൽ അതിനെ 4 കൊണ്ട് ഡിവൈഡ്. എത്ര തന്നെ? 12,000. അല്ലെങ്കിൽ പകുതിയുടെ പകുതി. 48,000ന്റെ പകുതി എത്ര? 24,000. അതിന്റെ പകുതി എടുക്കുക. അപ്പൊ എത്ര? 12,000. അപ്പൊ നമുക്ക് 12,000 കിട്ടി. ഇനി 12,000ന്റെ 25% കാണാം. അതെങ്ങനെ പിടിക്കാം? 12,000നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. ഇതൊന്നും എഴുതണ്ട കേട്ടോ. എത്ര വരുന്നത്? 12,000ന്റെ 25% അതിനെ 4 കൊണ്ട് ഡിവൈഡ്. എത്ര വരുന്നത്? 3,000. അല്ലെങ്കിൽ അതിന്റെ പകുതിയുടെ പകുതി. 12,000ന്റെ പകുതി 6,000, അതിന്റെ പകുതി 3,000. ഇനി വേണ്ടത് ഈ 3,000ന്റെ 25%. കാരണം 3 വർഷമാകുമ്പോൾ 3 തവണ ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ എന്തായിരിക്കും വരുന്നത്? 3,000 ഡിവൈഡ് ബൈ 4 എന്നുവെച്ചാൽ അതിന്റെ പകുതിയുടെ പകുതി അല്ലേ? 3,000ന്റെ പകുതി 1,500, അതിന്റെ പകുതി എത്ര? 750. 3 വർഷം ആയതുകൊണ്ട് ഇങ്ങനെ 3 തവണ ചെയ്താൽ മതി. 4ാമത്തെ വർഷം ആയിരുന്നെങ്കിൽ എന്തുകൂടി വേണം? ഈ 750ന്റെ 25%. എന്നുവെച്ചാൽ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണമായിരുന്നു. പക്ഷെ ഇതിലേക്ക് നമുക്ക് പോകണ്ട. കാരണം ഇവിടെ എത്ര വർഷം മതി? 3 വർഷം മതി. അപ്പൊ 3 തവണ എഴുതി. പിന്നെ ഈ കിട്ടുന്ന നമ്പറിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ? കോഡ് 331 എന്ന കോഡ് കൊണ്ട് മൾട്ടിപ്ലൈ തന്നെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നോക്കിയേ, 12,000 into 3 എത്ര വരുന്നത്? 36,000 പ്ലസ് 3,000 into 3 9,000. അപ്പൊ 36,000 പ്ലസ് 9,000 45,000 പ്ലസ് 750 45,750. ഇതാണ് ഓപ്ഷൻ. പെട്ടെന്ന് നമുക്ക് കിട്ടും അല്ലെ? ഓക്കെ, 36,000, ഇത് 9,000, ഇത് 750. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 45750. ഓക്കെ, ഇനി സിമ്പിൾ ഇൻട്രസ്റ്റ് വെച്ചാൽ എത്രയാണ്? ഫസ്റ്റ് സ്റ്റെപ്പ് 36,000. ബാക്കിയുള്ള സ്റ്റെപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? എസ് ഐ സി തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 9,000 പ്ലസ് 750 9,750 ആണ് 3 വർഷത്തേക്കുള്ള എസ് ഐയും സി യും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. The difference between the simple interest and the compound interest compounded annually at the rate of 12% per annum on ₹5,000 for 2 years will be. അതായത് 5,000 രൂപ 12% പലിശ നിരക്കിൽ 2 വർഷത്തിലേക്ക് നിക്ഷേപിച്ചാൽ കിട്ടാവുന്ന കൂട്ടുപലിശയുടെയും സാധാരണ പലിശയുടെയും തുകകൾ തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള
വ്യത്യാസം എന്താണ്? അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു മെത്തേഡ് തന്നെ ചെയ്താൽ പോരെ. 2 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് കോഡ് വെച്ച് കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 5000 ആണ് എമൗണ്ട്, അതിന്റെ 12% ആദ്യം കണ്ടുപിടിക്കാം. 5000ന്റെ 12% അല്ലെ, 5000 × 12/100 ഇത് കണ്ടുപിടിക്കുമ്പോൾ എത്ര വരും? 600 എന്ന് കിട്ടി. സെക്കൻഡ് സ്റ്റെപ്പ്, ഈ 600ന്റെ അല്ലെ ഈ 600ന്റെ എത്ര ശതമാനം കണ്ടുപിടിക്കാനുള്ളതാണ്? 12%. 600ന്റെ 12% എത്ര വരുന്നത്? 72. ഇങ്ങനെ 2 തവണ പോരെ? കാരണം എത്ര വർഷമാണ്? 2 years ആണല്ലേ, 2 years. അതുകൊണ്ട് 2 തവണ. മൂന്നാമത്തെ വർഷം ആയിരുന്നെങ്കിൽ ഈ 72ന്റെ എന്തുകൂടെ വേണമായിരുന്നു? 12% കൂടി കാൽക്കുലേറ്റ് ചെയ്യണമായിരുന്നു. പക്ഷെ ഇതിലേക്ക് നമുക്ക് പോകണ്ട, കാരണം ഇത് എത്ര വർഷത്തേക്കാണ്? ഓൺലി 2 years അല്ലെ, 2 സ്റ്റെപ്പ് മതി. ഇനി മൾട്ടിപ്ലൈന്റെ കോഡ് അതാണ്. 2 വർഷത്തേക്കാകുമ്പോൾ ആദ്യത്തിന് 2 കൊണ്ടും രണ്ടാമത്തിന് 1 കൊണ്ടും. അപ്പൊ എത്ര വരുന്നത് നോക്കി? 1200. ഇവിടെ ഇത്രയും ചെയ്യണ്ട, ഇവിടെ 72. രണ്ടൂടെ കൂട്ടിയാൽ 1272 കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ നമുക്ക് അതിലേക്കൊന്നും പോകണ്ട. നമുക്ക് എന്താ വെച്ചിരിക്കുന്നത്? ഡിഫറൻസ് ആണ് വെച്ചത്. ഡിഫറൻസ് ബിറ്റ്വീൻ ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നാ. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങ് വെട്ടിക്കളഞ്ഞാൽ ബാക്കി വരുന്ന കൂട്ടി കിട്ടുന്നതാണ് ഡിഫറൻസ്. എത്ര ഡിഫറൻസ്? ബാക്കി ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ, 72. ഇതാണ് ഡിഫറൻസ്. ക്ലിയർ അല്ലേ? 72. അപ്പൊ ഇതിന് പകരം നമ്മളൊരു ഫോർമുല കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ആ ഫോർമുല വെച്ചുകൂടി വേണമെങ്കിൽ നമുക്കിത് സോൾവ് ചെയ്യാം. ഫോർമുല ഇതാണ്. ഓക്കെ, ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഫോർമുല ഇതാണ്. ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോർമുലയാണ്, പലപ്പോഴും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഡിഫറൻസ് ഈക്വൽ ടു 2 വർഷത്തേക്കുള്ള ഫോർമുല കേട്ടോ. 2 വർഷത്തേക്കിന് വേണ്ടി പഠിക്കേണ്ട ഫോർമുല ഇതാണ്. ഡിഫറൻസ് ആണുള്ള ഫോർമുല. ഡിഫറൻസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൾ റേസ് ടു 2 അല്ലെ, P ഇൻറ്റു R/100 ദ ഓൾ റേസ് ടു 2. ഇതാണ് നമുക്ക് ഡിഫറൻസ് ആണ്. 2 വർഷത്തേക്കുള്ള ഡിഫറൻസ് ആണുള്ള ഫോർമുല. അപ്പൊ ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഡിഫറൻസ് ഈക്വൽ ടു എന്തായിരിക്കും? പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്കറിയാം 5000 ഇൻറ്റു റേറ്റ് നമുക്കറിയാം, റേറ്റ് അല്ലെ R12 ആണ് അല്ലെ, റേറ്റ് ലെവൽ 12 ഡിവൈഡ് ബൈ 100 സ്ക്വയർ ഈക്വൽ ടു 5000 ഇൻറ്റു 12ന്റെ സ്ക്വയർ നമുക്കറിയാം 144 ആണെന്നറിയാം. 1000ന്റെ സ്ക്വയർ 100ന്റെ സ്ക്വയർ നമുക്കറിയാം 10,000 ആണെന്നറിയാം. ഇത് കട്ട് ചെയ്യുമ്പോൾ ഈ 5000ഉം 10,000 കട്ട് ചെയ്താൽ 2 ടൈംസ് വരും അല്ലെ. 144 ഡിവൈഡ് ബൈ 2 72. അപ്പൊ ഈ ഒരു ഫോർമുല ഓർത്തിരിക്കുക. എന്താ ഫോർമുല? ഡിഫറൻസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു റേറ്റ് ഡിവൈഡ് ബൈ 100 ദ ഓൾ റേസ് ടു 2. ഓക്കെ, ഇതാണ് ഫോർമുല. 2 വർഷത്തേക്കുള്ള ഫോർമുല. ഡിഫറൻസ് ഫോർ 2 years. ഓക്കെ, നെക്സ്റ്റ്. Find the difference between simple interest and compound interest at the rate of 12.5% per annum on 64,000 rupees for 3 years. അതായത് 64,000 രൂപ 12.5% അല്ലെങ്കിൽ 12.5 അല്ലെ, 12.5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ 3 ഇയേഴ്സിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്താലുള്ള CAയും SAയും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? അപ്പൊ ഇതിനൊരു ഫോർമുല ഉണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ കോഡ് വെച്ചിട്ടുള്ള മെത്തേഡ്. എങ്ങനെ കോഡ് വെച്ചിട്ടുള്ള മെത്തേഡ്? ആദ്യം 64,000ന്റെ 12.5% കണ്ടുപിടിക്കാം. അപ്പൊ കുറച്ച് പെർസെന്റേജുകളൊക്കെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. 12.5% കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്ര? 12.5% എന്തായിരിക്കും? 1/8 ആണെന്ന് നമുക്കറിയാം. കാരണം നമ്മൾ നോക്കിയേ, 50% എത്രയാ? നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. 50% എത്രയാ? 1/2 ആണ്, പകുതി അല്ലെ. 25% പറയുമ്പോൾ എത്ര? അതിന്റെ പകുതി ഇല്ല, 1/2ന്റെ പകുതി എത്ര? 1/4. 12.5% പറയുമ്പോൾ എത്ര? 25ന്റെ പകുതി അല്ലേ 12.5. അപ്പൊ 1/4ന്റെ പകുതി എത്രയാ? 1/8. അത് ഓർത്തിരിക്കുക. 12.5ന്റെ പെർസെന്റേജ് 1/8. അപ്പൊ ഏതൊരു നമ്പറിന്റെ 10.5% കാണാനും 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം 64,000ന്റെ 12.5% കാണാൻ പറഞ്ഞാൽ 64,000 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്ത് വരും? 8,000. അത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഈ കിട്ടിയ 8,000ന്റെ 12.5% കാണണം. അതെങ്ങനെ കണ്ടുപിടിക്കാം? 8,000നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര വരും? 1000. ഇനി 1000ന്റെ 12.5% കാണണം. എങ്ങനെ കാണാം? 1000നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്ര വരുന്നേ? 125.
അപ്പൊ 3 തവണയായി. 3 വർഷത്തേക്കാകുമ്പോൾ 3 തവണ ചെയ്താൽ മതി കേട്ടോ. 3 വർഷത്തേക്കാകുമ്പോൾ 3 തവണ ചെയ്താൽ 3 years പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് 3 തവണ മതി. 4 വർഷത്തേക്കാണെങ്കിൽ ഈ 125ന്റെ 12.5% കാണണം. നമുക്ക് അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി എന്താ ചെയ്യണ്ടേ? ഇതിനെ കോഡ് കൊണ്ട് മൾട്ടിപ്ലൈ. കോഡ് എത്രയാ? ഇവിടെ വരുന്ന കോഡ് 3, ഇവിടെ വരുന്ന കോഡ് 3, ഇവിടെ വരുന്ന കോഡ് എത്ര? 1. 3 3 1 ഈ കോഡ് കൊണ്ട് മൾട്ടിപ്ലൈ. ഇതെല്ലാം കൂടെ കൂട്ടിയെടുത്താൽ നമുക്കറിയാം എത്ര ആയിരിക്കും വരുന്നത്. എല്ലാം കൂടെ കൂട്ടിയെടുത്താൽ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്താൽ കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായ സിമ്പിൾ ഇൻട്രസ്റ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള 2 സ്റ്റെപ്പ് കൂട്ടി കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡിഫറൻസ് കിട്ടും. അത്രയത് 1000 × 3 3000 പ്ലസ് 125 × 1 125. രണ്ടോട് ആഡ് ചെയ്താൽ 3125. 3125. ക്ലിയർ? അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡ് ഇതാണ്. നമുക്ക് ഫോർമുല ഇതാണ്. ഡിഫറൻസ് ഫോർ 3 yearsലേക്കുള്ള ഫോർമുല ഇതാണ്. നമ്മൾ 2 yearsലേക്കുള്ള ഫോർമുല പഠിച്ചെന്താ? പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു r/100² ആണ്. ഇതാണ് നമ്മൾ പഠിച്ചത് 2 yearsലേക്കുള്ള ഫോർമുല. അതിൻ്റെ കൂടെ അഡീഷണൽ എത്രയാണ് ഓർത്തിരിക്കുക? ആറിന് നേരെ ന്യൂമറേറ്ററിൽ ഒരു 300 + r ഡിനോമിനേറ്ററിൽ ഒരു 100. അതായത് 300 + r / 100. ഈ ഒരു പാർട്ടും കൊണ്ട് കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ, ഇത് എക്സ്ട്രാ വരുന്നത് കേട്ടോ, ഈ ഒരു പാർട്ട് എക്സ്ട്രാ വരുന്നത്, ഇത്രയോടുകൂടി മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ എന്ത് കിട്ടും? 3 yearsലേക്കുള്ള ഡിഫറൻസ് കിട്ടും. ഇത് നമുക്ക് 2 yearsലേക്കുള്ള ഡിഫറൻസിന്റെ ഫോർമുല. അതിൻ്റെ കൂടെ ഇത്രയും കൂടെ വന്നു കഴിഞ്ഞാൽ 3 yearsലേക്കുള്ള ഫോർമുലയായി. അപ്പൊ എന്തൊരു ഡിഫറൻസ് ഈക്വൽ ടു പി. പ്രിൻസിപ്പൽ നമ്മൾ നമുക്കറിയാം 64,000. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്കറിയാം 12.5 അല്ലെ? 12.5 ഡിവൈഡ് ബൈ 100 ഉണ്ട്, ആൾ സ്ക്വയർ ഇൻറ്റു 300 പ്ലസ് റേറ്റിന്റെ സ്ഥാനത്ത് റേറ്റ് നമുക്കറിയാം 12.5 ഡിവൈഡ് ബൈ ഇവിടെ 100 ഉണ്ട് ഫോർമുലക്കകത്ത്. അപ്പൊ സോൾവ് ചെയ്യുമ്പോൾ 64,000 ഇൻറ്റു 12.5 ഡിവൈഡ് ബൈ 100 എന്ന് പറയുമ്പോൾ 1/8 ആണ് കേട്ടോ. 12.5 ഡിവൈഡ് ബൈ 100 വെച്ചാൽ 12.5% അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ 1/8 ആണ് സ്ക്വയർ ഇൻറ്റു 300ഉം 12.5 കൂട്ടുമ്പോൾ 312.5 ഡിവൈഡ് ബൈ 100. ഇത് സോൾവ് ചെയ്യുമ്പോൾ 64,000 ഇൻറ്റു 1/8ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/64 ഇൻറ്റു 312.5 ഡിവൈഡ് ബൈ 100. നമുക്ക് ഈ 2 സീറോയും ഈ 2 സീറോയും പോകും. ഇപ്പൊ 640 ഡിവൈഡ് ബൈ 64 എന്ന് പറയുമ്പോൾ എന്തൊരു 10. അപ്പൊ 10 ഇൻറ്റു 312.5 എന്ന് പറയുമ്പോൾ എന്തൊരു അല്ലെ? 312.5നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോയിന്റ് മാറി 3125 കിട്ടും. അപ്പൊ ഒന്നുകിൽ ഈ ഫോർമുല ഓർത്തിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മെത്തേഡിൽ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പം ഇത്രയും പ്രോബ്ലത്തിന് ആൻസർ നമുക്ക് ഈ ഒരു എന്താ ഫോർമുല വെച്ച് മനസ്സിലായി, ഈ ഒരു കോഡ് വെച്ച് മനസ്സിലായി. എന്താ? സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം, സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഒരു കോഡ് വെച്ച് പറ്റും. ക്ലിയർ ആയല്ലോ? അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. രാജേഷ് ഇൻവെസ്റ്റഡ് ആൻ എമൗണ്ട് ഓഫ് 25,000 rupees at 20% per annum compound interest for 4 years. How much amount will Rajesh get after 4 years when interest being compounded annually? അതായത് രാജേഷ് 25,000 രൂപ 20% പലിശ നിരക്കിൽ 4 വർഷത്തേക്ക് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 വർഷത്തിന് ശേഷം അയാൾക്ക് തിരിച്ചു കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഹൗ മച്ച് എമൗണ്ട് വിൽ രാജേഷ് കിട്ടുന്ന? പലിശ അല്ല ക്വസ്റ്റ്യൻ, എത്ര രൂപ തിരിച്ചു കിട്ടും. അപ്പൊ അവിടെ ഫോർമുല ഉപയോഗിച്ചാൽ മതി. ഫോർമുല എന്താ? എമൗണ്ട് ഈക്വൽ ടു തിരിച്ചു കിട്ടുന്ന എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഡിപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എഴുതാ, നിക്ഷേപിച്ച തുക 25,000. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 20 ആയതുകൊണ്ട് 100ന്റെ കൂടി 20 കൂട്ടും. എത്ര? അപ്പൊ 120% അല്ലെ? ഇനി എത്ര തവണ എഴുതണത്? 4 years ആയതുകൊണ്ട് 4 തവണ എഴുതാം. 120/100 ഇൻറ്റു 120/100 ഇൻറ്റു 120/100 4 തവണ എഴുതാം. ഇത് സിംപ്ലിഫൈ ചെയ്യുന്നതിനായിരിക്കും എന്താണ് ഹൗ മച്ച് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് തിരിച്ചു കിട്ടുന്നത്. അത് ഇത് തന്നെയായിരിക്കും. എന്തുവരും? നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. 25,000 ഇൻറ്റു ഈ 120/100 നമുക്ക് 12/10 എഴുതാം. വേണമെങ്കിൽ എന്ത് എഴുതാൻ പറ്റും? 6/5 എഴുതാം അല്ലെ? 6/5 ഇൻറ്റു 6/5 ഇൻറ്റു 6/5 ഇൻറ്റു 6/5. കാരണം 120/10 സോറി 100 എന്ന് വെച്ചാൽ 12/10 ആണ്. അത് 6/2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 6/5 ആണ്. അത് തന്നെയല്ലേ ഇതെല്ലാം വരുന്നത്. ഓക്കെ, ഓക്കെ. ഈ പറഞ്ഞ 5 × 5 × 5 എന്ന് വെച്ചാൽ 125 ആണ്. 125 ഈ 250 കൂടെ കട്ട് ചെയ്താൽ എത്ര ആണ്? 2 അല്ലെ? അപ്പൊ 200 വരും. 2 0 ആണ്, 200 വരും. ഈ 5ഉം ഈ 200 കൂടെ കട്ട് ചെയ്ത് എന്ത് വരും? 40 വരും അല്ലെ? ഇത് മൾട്ടിപ്ലൈ എടുത്താൽ മതി. എത്ര ആയിരിക്കും വരുന്നത്? ഈ പറഞ്ഞ
അല്ലെ 6 into 6 36 ആണ്, 6 into 6 36 ആണ്. 36ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര? 1296 ആണ് അല്ലെ. അതേ ഇൻറ്റു എത്ര ഉണ്ട്? 40. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേന് എത്ര വരും? അല്ലെ 36ന്റെ സ്ക്വയർ നമുക്ക് അറിയാലോ, ചെയ്യാനുള്ള ട്രിക്കുകൾ അറിയാലോ അല്ലെ. എത്ര വരുന്നത് നോക്കി. ഓക്കെ, നമ്മൾ സോൾവ് ചെയ്യുമ്പോഴേക്കും 36 അല്ലെ, 6ന്റെ സ്ക്വയർ 36, 3ന്റെ സ്ക്വയർ 9 അല്ലെ. ഇത് നമ്മൾ മൾട്ടിപ്ലൈന് ഡബിൾ എടുക്കുക. എത്ര വരുന്നത്? 36 ആഡ് ചെയ്യുമ്പോഴത്തേന് 6 എത്ര വരുന്നത്? 9 12. ഓക്കെ, 1296. അപ്പൊ ഇത് ഈ ട്രിക്കുകളൊക്കെ ഒന്ന് ഓർത്ത് തന്നെ വളരെ എളുപ്പമാണ് കേട്ടോ സ്ക്വയർ കാണുന്നത്. അപ്പൊ 1296 into 40 എന്തൊരു 4 കൊണ്ട് മൾട്ടിപ്ലൈ തരും 0 അവിടെ വരും. 6 4 24, 4 36 2 38, 12 4 48, 3 51 അല്ലെ. 51 840, 51 740. ഇതിന് നമ്മൾ കോഡ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാ നോക്കി. കോഡ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ 25,000ന്റെ 20% കാണാം. നമുക്കറിയാം 10% എത്രയാ? ഒരു 0 കളഞ്ഞാൽ പോലത്തെ 2500. അപ്പൊ 20% പറയുമ്പോൾ എന്തായിരിക്കും? അതിന്റെ ഇരട്ടിയല്ലേ. 10% കിട്ടിയാൽ 20% ആണ്, അതിന്റെ ഇരട്ടി എടുത്താൽ മതി. അപ്പൊ എത്ര വരും? 5000. ഇനി 5000ന്റെ 20% ആണ്. 5000ത്തിന്റെ 20% ആണ് എന്ത് ചെയ്താൽ 10% എത്ര? ഒരു 0 കളഞ്ഞാൽ 500 അല്ലെ. അപ്പൊ 20% ഡബിൾ അല്ലേ. എത്ര വരുന്നത്? 1000. ഇനി ഈ 1000ത്തിന്റെ അല്ലെ 4 വർഷം 4 ആണ് 1000ത്തിന്റെ 20% അല്ലെ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 20 ആണ്. അപ്പൊ 1000ത്തിന്റെ 10% നമുക്കറിയാം എത്ര? 1000ത്തിന്റെ 10% നമുക്കറിയാം 100 ആണ്. അപ്പൊ 20% എത്ര? 200. അപ്പൊ 3 തവണയായി 4 വർഷത്തേക്ക് ആയതുകൊണ്ട് ഈ 200ന്റെ അല്ലെ 200ന്റെ 20% കാണണം. അപ്പൊ 200ന്റെ 10% നമുക്കറിയാം എത്ര? 20 ആണ്. ഒരു 0 കളഞ്ഞാൽ 20. അപ്പൊ 20% വെച്ചാൽ അതിന്റെ ഡബിൾ ആണ്. എത്ര? 40. ഇനി മൾട്ടിപ്ലൈന്റെ കോഡ് നമുക്കറിയാം എത്രയാ? 4 6 4 1. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും. എല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കിയേ. 5000 into 4 നമുക്കറിയാം 20,000 ആണ്. 10,000 into 6 നമുക്കറിയാം 6,000 ആണ്. അപ്പൊ നമ്മൾ ആഡ് ചെയ്താൽ 26,000 ആയി. ഈ പറയുന്ന 200 into 4 800 ആണ്. 40 into 4 40 into 1 40 ആണ്. അപ്പൊ മൊത്തം കൂട്ടുമ്പോൾ 26,840 26,840 കിട്ടി. ഇതെന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രമാണിത് അല്ലെ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രമാണ്. നമുക്ക് തിരിച്ചു കിട്ടുന്ന എമൗണ്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത എമൗണ്ടും കിട്ടും, ഈ പലിശയും കൂടെ കിട്ടും. ഡിപ്പോസിറ്റ് ചെയ്ത് എത്രയാ? 25,000 ഡിപ്പോസിറ്റ് ചെയ്താണ്, അതും കിട്ടും, പലിശയും കൂടെ കിട്ടും. അപ്പൊ രണ്ടും കൂടെ ചേരുന്നില്ലേ ടോട്ടൽ തിരിച്ചു കിട്ടുന്ന എമൗണ്ട്. നമ്മൾ ആഡ് ചെയ്താൽ മതി. 0 4 8 1 5 51840. ഓക്കെ, അപ്പൊ ഇതാണ് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇതാണ് അപ്പൊ നമുക്ക് ആ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് വെച്ച് നമുക്ക് കുറേയേറെ പ്രോബ്ലം എന്താ ഇതിന്റെ ഹയർ ലെവൽ പ്രോബ്ലങ്ങളെല്ലാം ഈ ഒരു മെത്തേഡും ഈ ഒരു ലോജിക്കും വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനിയും ഈ ഒരു ലോജിക്ക് വരാനുള്ള കാരണം ഇതാണ്. ശ്രദ്ധിക്കുക, നമ്മളൊരു പ്രിൻസിപ്പൽ എമൗണ്ട് 10,000 രൂപ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10%, നമ്പർ ഓഫ് ഇയേഴ്സ് ഒരു 3. എങ്ങനെയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് വരുന്നത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് വരുന്നത് നോക്കാം. ഫസ്റ്റ് ഇയർ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര കിട്ടുമെന്ന് വെച്ചാൽ ഈ 10,000 റുപ്പീസിന്റെ 10% അത്രയാ 1000. ഒരു 0 കളഞ്ഞാൽ പോരെ, അതുകൊണ്ട് ഞാൻ ഈ ഒരു നമ്പർ എടുത്തു കേട്ടോ. ഫസ്റ്റ് ഇയറിൽ കിട്ടുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാന്ന് വെച്ചാൽ അതും ഈ പറയുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. നമ്മുടെ ബാങ്കിലുള്ളത് ഇപ്പൊ 1000 രൂപ ഞാൻ നിക്ഷേപിച്ചിരുന്നത് അല്ലെ 10,000 രൂപ നിക്ഷേപിച്ചിരുന്നത്, അതിന്റെ 10% എത്ര തന്നെ കിട്ടും? 1000 തന്നെ കിട്ടും ഫസ്റ്റ് ഇയറിൽ. ഇനി സെക്കൻഡ് ഇയറിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയി നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എപ്പോഴും ബേസ്ഡ് ഓൺ പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ നിക്ഷേപിച്ച എമൗണ്ടിനെ അടിസ്ഥാനമാക്കിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം സെക്കൻഡ് ഇയറിലും സിമ്പിൾ ഇൻട്രസ്റ്റ് എന്തായിരിക്കും നോക്കിയേ, പ്രിൻസിപ്പൽ എമൗണ്ട് ആയ 10,000ന്റെ 10% അത്ര തന്നെയാ 1000. അതായത് കഴിഞ്ഞ വർഷം കിട്ടിയ അതേ എമൗണ്ട് തന്നെ ഇപ്പോഴും കിട്ടത്തുള്ളൂ സെക്കൻഡ് ഇയറിൽ. പക്ഷെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് അതായത് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് എമൗണ്ട് എന്താണോ വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടിൽ എന്ത് എമൗണ്ട് ഉണ്ടോ ആ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിനായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതല്ല മറ്റു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് കിട്ടിയ പലിശയ്ക്ക് കൂടി എന്ത് കിട്ടും? പലിശ കിട്ടും. പലിശയ്ക്ക് കൂടി പലിശ കിട്ടുന്നതിനാണ് കൂട്ടുപലിശ എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, സെക്കൻഡിൽ എന്ത് സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത ഈ 10,000ന്റെ 10% 1000വും പിന്നെ പ്രീവിയസ് ഇയറിൽ എന്ത് ഇൻട്രസ്റ്റ് കിട്ടിയോ അതിന് കൂടി ഇൻട്രസ്റ്റ് കിട്ടും. ആ പ്രീവിയസ് ഇയറിൽ എത്ര ഇൻട്രസ്റ്റ് കിട്ടി? നമുക്ക് ഫസ്റ്റ് ഇയർ നമുക്ക് ഒരു 1000 രൂപ കിട്ടിയായിരുന്നു. ആ 1000ന്റെ 10% എത്രയാണ്? 100 രൂപ കൂടി കിട്ടും. ഇതാണ് സെക്കൻഡ് ഇയറിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ്. അങ്ങനെ 2 വർഷം നോക്കിയേ, 2 വർഷം ആകുമ്പോൾ അല്ലെ, ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂട്ടിയാൽ എന്ത് വരും നോക്കി കഴിഞ്ഞാൽ, നോക്കിയേ, ഈ മെയിൻ ഇൻട്രസ്റ്റ് 1000 എന്നുള്ള മെയിൻ ഇൻട്രസ്റ്റ് അത് എത്ര തവണ വന്നു? മെയിൻ ഇൻട്രസ്റ്റ് 2 തവണയും അതിന്റെ ഇൻട്രസ്റ്റ് ആയ 100 എന്നുള്ളത് എത്ര തവണയും വന്നു? 1 തവണയും വന്നു. അതാണ് നമ്മൾ 2-1 എന്നുള്ള കോഡ് വരാൻ കാരണം. 2-1 എന്നുള്ള കോഡ് വരാൻ കാരണം. ഇനി 3 ഇയേഴ്സിലേക്ക് പറയുമ്പോൾ നോക്കിയേ, 3 ഇയേഴ്സിലേക്ക് പറയുമ്പോഴേക്കും തേർഡ് ഇയറിൽ എന്താ സംഭവിക്കുന്ന നോക്കി കഴിഞ്ഞാൽ, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്തായിരിക്കും? അപ്പോഴും നിക്ഷേപിച്ച തുകയുടെ 10% കിട്ടത്തുള്ളൂ. അതെത്രയാ? 1000. നിക്ഷേപിച്ച തുക മാത്രമേ അവിടെ അടിസ്ഥാനമാക്കത്തുള്ളൂ. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും നിക്ഷേപിച്ച തുകയുടെ 10% കിട്ടും അല്ലെ, അത് 1000 കിട്ടും. അത് കൂടാതെ മുൻ വർഷങ്ങളിൽ കിട്ടിയ പലിശകളെല്ലാം നമ്മുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. അതിനെല്ലാം വീണ്ടും പലിശ കിട്ടും. മുൻ വർഷങ്ങളിൽ കിട്ടിയ പലിശക്കെല്ലാം പലിശ കിട്ടും. അതായത് ഒന്നാമത്തെ വർഷം ഇതിന് മുമ്പ് ഇതിന് മുകളിലോട്ടുള്ള എല്ലാ പലിശയ്ക്കും പലിശ കിട്ടും. അപ്പൊ ഈ 1000ന്റെ 10% 100, ഈ 1000ന്റെ 10% 100, ഈ 100ന്റെ 10% എത്രയാ? 10. അപ്പൊ ഓക്കെ, 3 വർഷം വരുമ്പോഴേക്കും മെയിൻ ഇൻട്രസ്റ്റ് ആയ 1000 നോക്കി എത്ര തവണ വന്നു? 3 തവണ വന്നു. അതിന്റെ ഇൻട്രസ്റ്റ് ആയ 100 1, 2, 3 എത്ര തവണ വന്നു? 3 തവണ വന്നു. അതിന്റെ ഇൻട്രസ്റ്റ് ആയ 10 എത്ര തവണ വന്നു? 1 തവണ വന്നു. ഇങ്ങനെയാണ് ആ കോഡുകൾ രൂപപ്പെട്ടിരിക്കുന്നത്. 21, 331, 464 എന്നുള്ള കോഡുകൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇനി ഓർത്തു വെക്കാനുള്ള എളുപ്പവഴി ഇതാണ്. 2 വർഷത്തേക്കാണെങ്കിൽ 2 കോഡ് കാണും. സ്റ്റാർട്ട് ചെയ്യുന്ന 2-ലായിരിക്കും, എൻഡ് ചെയ്യുന്നത് 1-ലായിരിക്കും. 3 വർഷത്തേക്കാണെങ്കിൽ 3 കോഡ് കാണും. സ്റ്റാർട്ട് ചെയ്യുന്ന 3-ലായിരിക്കും, എൻഡ് ചെയ്യുന്ന 1-ലായിരിക്കും. 4 വർഷത്തേക്കാണെങ്കിൽ 4 കോഡ് കാണും. സ്റ്റാർട്ട് ചെയ്യുന്ന 4-ലായിരിക്കും, എൻഡ് ചെയ്യുന്നത് 1-ലായിരിക്കും. 5 വർഷത്തേക്കാണെങ്കിൽ 5 കോഡ് കാണും. സ്റ്റാർട്ട് ചെയ്യുന്ന 5-ലായിരിക്കും, എൻഡ് ചെയ്യുന്നത് 1-ലായിരിക്കും. ഇനി മറ്റുള്ള നമ്പേഴ്സ് എങ്ങനെ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും നോക്കി കഴിഞ്ഞാൽ, നോക്കി 2 വർഷത്തെ കോഡ് എഴുതി എത്ര? 2, 1. 3 വർഷത്തേക്കുള്ള കോഡ് എന്ന് പറയുമ്പോൾ 3-ൽ തുടങ്ങും. അടുത്ത കോഡ് കിട്ടാൻ ഈ 2-ഉം 1-ഓടെ കൂട്ടിയത് എത്ര വരുന്നത്? 3. ലാസ്റ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. 4 വർഷത്തേക്കുള്ള കോഡ് 4-ലായിരിക്കും തുടങ്ങുന്നത്. അടുത്ത കോഡ് കിട്ടാൻ ഈ 3-ഉം 3-യും കൂടെ കൂട്ടിയത് എത്ര വരും? 6. അടുത്ത കോഡ് കിട്ടാൻ ഈ 3-ഉം 1-ഉം കൂടെ കൂട്ടുക എത്ര? 4. ലാസ്റ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. 5 വർഷത്തേക്കുള്ള കോഡാണെങ്കിൽ 5-ൽ തുടങ്ങും. അടുത്ത കോഡ് കിട്ടാൻ ഈ 4-ഉം 6-നും കൂട്ടുക എത്ര വരുന്നത്? 10. അടുത്ത കോഡ് കിട്ടാൻ ഈ 6-ഉം 4-ഉം കൂട്ടുക എത്ര? 10. അടുത്ത ഈ 4-ഉം 1-ഉം കൂടെ കൂട്ടുക എത്ര വരുന്നത്? 5. ലാസ്റ്റ് എന്തായിരിക്കും? 1. ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? കോഡുകൾ നമുക്ക് ഫോം ചെയ്തെടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി കൂടുതൽ പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് അടുത്ത സെഷനിലേക്ക് കാണാം. അപ്പോൾ പാർട്ട് 1 നമുക്ക് കോമ്പൗണ്ടേഴ്സിലൂടെ തീർന്നിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.